ഗുഡ് മോർണിംഗ്. എമർജിംഗ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് TQM ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം ബാരിയേഴ്സ് ആണ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക, അതുപോലെ എന്തുകൊണ്ടാണ് പല ഓർഗനൈസേഷനിലും ഇത് TQM ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഫെയിലിയർ ആവാനുള്ള കാരണം, എന്തുകൊണ്ട് സക്സസ് ആയില്ലേ, അതിന് റീസൺസുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന് കുറേ ബാരിയേഴ്സ് ഉണ്ട്. മാനേജ്മെൻറ്റ് സപ്പോർട്ട് ആവശ്യമുണ്ട്, എംപ്ലോയീസിൻ്റെ ഫുൾ കോർപ്പറേഷൻ ആവശ്യമാണ്, അതുപോലെ നമ്മൾ ട്രെയിനിങ് കൊടുക്കണം, അതുപോലെ നമ്മൾ ഇതൊരു റൊട്ടീൻ ജോബായിട്ട് നമ്മളത് കൺസിഡർ ചെയ്ത് റെഗുലറായിട്ട് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. അതൊക്കെയാണ് മെയിൻ റീസൺ ഫോർ ദി ഫെയിലിയർ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് TQM ഇംപ്ലിമെൻറ്റേഷൻ നടത്തിയതിന് ഫെയിലിയർ ആവാനുള്ള മെയിൻ റീസൺ അതായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് മോഡൽസ്, ദാറ്റ് ഈസ് TQM മോഡൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു TQM മോഡലാണ് ISO 9001. നമ്മൾ പല പരസ്യങ്ങളിലായിട്ട് കേട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇന്ത്യയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നത്. ISO 9001 ഉണ്ട്, ISO 9000 ഉണ്ട്, ISO 9004 ഉണ്ട്, അങ്ങനെ കുറേ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ അത് നമ്മൾ കോമൺ ആയിട്ട് ഒട്ടുമിക്കവരും കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും, ഒരു ക്വാളിറ്റി അഷുറൻസ് ലേബിളാണ് ISO 9001 എന്നൊക്കെ പറയുന്നത്. അതുപോലത്തെ കുറേ മോഡലുകൾ നമുക്കുണ്ട്. നമുക്ക് 9 മോഡലുകൾ പഠിക്കാനുണ്ട്. ആ 9 മോഡലുകളിൽ ഒരു മോഡൽ മാത്രമാണ് ഈ ISO എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത്. അതല്ലാണ്ട് കുറച്ച് അധികം പഠിക്കാനുണ്ട്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. TQM consists of organization-wide effort to install and make permanent climate in which organization continuously improves its quality to deliver high quality products and services to customers. ഞാൻ ആ TQMൻ്റെ മീനിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ വൈഡ് എഫർട്ട്. നമുക്കറിയാം, ഇത് ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ വൈഡ് എഫർട്ട് to install and make permanent climate in which organization continuously improves its quality to deliver high quality products and services to customers. നമ്മൾ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതുപോലെ ഓർഗനൈസേഷൻ വൈഡ് എഫേർട്ട് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഡെലിവർ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ടു കസ്റ്റമേഴ്സ്. നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് കൊടുക്കാനായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ വൈഡ് കണ്ടിന്യൂസ് എഫേർട്ടിനെ വിളിക്കുന്ന പേരാണ് TQM എന്ന് പറയുന്നത്. To have a systematic approach to TQM, it is necessary to develop models which serve as a guidelines for the implementation of a process to achieve a goal. അപ്പം ഇതൊരു ഇങ്ങനെ TQM, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, TQM ഇംപ്ലിമെൻറ്റേഷനൊക്കെ പല ഫെയിലിയറും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഫെയിലിയർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് ലൈൻസ് കൊടുക്കണം. അതാണ് പറയുന്നത്. ടു ഹാവ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു TQM, ഇറ്റ് ഈസ് നെസസറി ടു ഡെവലപ്പ് എ മോഡൽ. അതിന് വേണ്ടി അവർ എന്ത് ചെയ്തു? ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തു, വിച്ച് സെർവ് ആസ് എ ഗൈഡ് ലൈൻസ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ പ്രോസസ് ടു അച്ചീവ് എ ഗോൾ. നമ്മൾ TQM എന്ന ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്? TQM മോഡലുകൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്. അതായത് അതിൽ കുറച്ച് ക്രൈറ്റീരിയാസും കോൺസെപ്റ്റ്സും ഒക്കെ പറയും. ആ ക്രൈറ്റീരിയാസ് നമ്മൾ ഫുൾഫിൽ ചെയ്താലാണ് നമുക്ക് ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ കോളേജിൽ NAAC വിസിറ്റ് ഉണ്ടായി. ആ NAAC വിസിറ്റിൽ എന്തുണ്ടായി? NAAC വിസിറ്റ് വന്നപ്പോൾ നമ്മൾ ഓരോ ക്രൈറ്റീരിയകളായിട്ട്, മൊത്തം അതിൽ 7 ക്രൈറ്റീരിയകളാണ് ഉള്ളത്. ആ 7 ക്രൈറ്റീരിയയിൽ അതിൻ്റെ അണ്ടറിൽ കുറേ കോൺസെപ്റ്റുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ക്രൈറ്റീരിയലും റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ട് അതൊക്കെ ഇവാലുവേഷൻ നടത്തിയാലാണ് നമുക്കൊരു അക്രഡിറ്റേഷൻ കിട്ടുക. അപ്പോൾ നമുക്ക് A+, A, B+, B അങ്ങനത്തെ ഓരോരോ അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ക്രൈറ്റീരിയകളൊക്കെ ഫില്ല് ചെയ്ത് ഓരോ ക്രൈറ്റീരിയക്കും ഇത്ര മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഓവറോൾ ഗ്രേഡ് കിട്ടുക. അതുപോലെ തന്നെയാണ് ഈ TQM എന്നും പറയുന്നത്. നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന ക്രൈറ്റീരിയകളാണ് ഉണ്ടാവുക. ഓരോ മോഡലും ഓരോരോ ക്രൈറ്റീരിയകളാണ് ഉണ്ടാവുക. ആ ക്രൈറ്റീരിയകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ആ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഓരോ മാർക്ക് കിട്ടി. ആ മാർക്ക് കിട്ടിയിട്ട് അത് ടോട്ടൽ ചെയ്ത് അതിനനുസരിച്ചുള്ള ഗ്രേഡ് നൽകും. അതാണ് പറയുന്നത്. അതിപ്പോൾ കൃത്യമായിട്ട് ഗൈഡ്ലൈൻസ് നൽകും. നിങ്ങൾ ഇന്ന ക്രൈറ്റീരിയ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, സെക്കൻഡ് ക്രൈറ്റീരിയ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അത് മനസ്സിലായിക്കോളും. അപ്പോൾ ഓരോന്നിനും കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് TQM മോഡൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് ദ കൺസേൺ ടേക്സ് ക്വാളിറ്റി സീരിയസ്ലി ആൻഡ് ദാറ്റ് ഇറ്റ്സ് പോളിസീസ് ആർ കൺഫേം ടു ദി നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്വാളിറ്റി. അപ്പോൾ നമുക്കൊരു ISO 9001 എന്ന് പറഞ്ഞ ഒരു ഗ്രേഡ് ലേബിൾ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ, ആ ഗ്രേഡ് കിട്ടിയാൽ
അതിന് അത് അറിയുന്നവർക്ക് അറിയാം ഇന്ന ക്വാളിറ്റി ഇത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾക്കാണ് ഇത്ര ഗ്രേഡ് കിട്ടുക. അപ്പോൾ ആ പ്രൊഡക്റ്റുകൾ നല്ലതായിരിക്കും, അതിൻ്റെ ക്വാളിറ്റിക്ക് ഇത്ര സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് പറയുന്നത് ഇറ്റ് ഈസ് എ ഇൻഡിക്കേഷൻ. അത് ഇൻഡിക്കേഷൻ ചെയ്യുന്നത് നമുക്കത് കൃത്യമായിട്ട് ആ ലേബിൾ ക്വാളിറ്റി ലേബിൾ നോക്കിയിട്ട് നമുക്ക് ഓരോ പ്രൊഡക്റ്റും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് ദ കൺസേൺ ടേക്ക് ക്വാളിറ്റി സീരിയസ്ലി. ആ ലേബിൾ നോക്കിയാൽ ആ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ നോക്കിയാൽ അറിയാം ആ ഓർഗനൈസേഷനിൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കണേ, ആ ഓർഗനൈസേഷൻ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആൻഡ് ദാറ്റ് ഇറ്റ്സ് പോളിസീസ് ആർ കൺഫേം ടു ദി നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്വാളിറ്റി. അതുപോലെ അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ ഒരു പ്രൊഡക്റ്റിന് നല്ലൊരു അക്രഡിറ്റേഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റ് ഒക്കെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്വാളിറ്റി കമ്പൈൽ ചെയ്തിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ആ സ്റ്റാൻഡേർഡുകൾ ആ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടാണ് അവർ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് അത് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് ദ കൺസേൺ ടേക്സ് ക്വാളിറ്റി സീരിയസ്ലി ആൻഡ് ദാറ്റ് ഇറ്റ്സ് പോളിസീസ് ആർ കൺഫേം ടു ദി നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്വാളിറ്റി. ഇറ്റ് ഹെൽപ്സ് ടു ബൂസ്റ്റ് ഇൻറ്റേർണൽ പ്രൈഡ് ആൻഡ് പബ്ലിക് കോൺഫിഡൻസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ലൊരു TQM മോഡലിൻ്റെ അക്രഡിറ്റേഷൻ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഹൈ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ്. അപ്പോൾ അത് ഓർഗനൈസേഷനിൽ ഉള്ളിലുള്ള ആൾക്കാർക്കും ഒരു നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ നല്ലൊരു ഗുഡ് വില്ലാണ് ആ കമ്പനിക്ക്. അതുപോലെ പബ്ലിക്കിൻ്റെ ഇടയിൽ നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നല്ലൊരു മോഡലിൽ നല്ലൊരു ലേബിൾ കിട്ടിയാൽ നല്ലൊരു അക്രഡിറ്റേഷൻ കിട്ടിയാൽ നമുക്ക് നമ്മുടെ ഒരു പോസിറ്റീവാണ്. വിതിൻ ദ ഓർഗനൈസേഷനും ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനും ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഗുഡ് ഇമേജ്. ഓക്കെ, അപ്പോൾ അതാണ് TQM മോഡൽസിൻ്റെ ഒരു ഇൻട്രോ ആയിട്ട് പറയുന്നത്. നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ എങ്ങനെ TQM ഇംപ്ലിമെൻറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് TQM മോഡൽ എന്ന് പറയുന്നത്. ഗൈഡ് ലൈൻസിന് വിളിക്കുന്ന പേരാണ് TQM മോഡൽ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു മോഡലിൻ്റെ അക്രഡിറ്റേഷൻ കിട്ടിയാൽ ദാറ്റ് മീൻസ് വി കംപ്ലൈ വിത്ത് ദ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്വാളിറ്റി. ഇറ്റ് വിൽ ക്രിയേറ്റ് എ പോസിറ്റീവ് ഇമേജ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദി പബ്ലിക്. ഓക്കെ, അതാണ് TQM മോഡൽസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മോഡൽ ഈസ് മാൽക്കോൺ ബാൽഡ്രിച്ച് ക്രൈറ്റീരിയ. അതാണ് ഒന്നാമത്തെ TQM മോഡലായിട്ട് വരുന്നത്, മാൽക്കോം ബാൽഡ്രിച്ച് ക്രൈറ്റീരിയ. This is an award process administered by American Society for Quality, that is ASQ, and managed by National Institute of Science and Technology. അപ്പോൾ ഇത് ASQയും അവാർഡ് ചെയ്യുന്ന ഒരു അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും കൂടി മാനേജ് ചെയ്യുന്ന ഒരു അവാർഡാണ് ഈ മാൽക്കോം ബാൽഡ്രിച്ച് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ അവാർഡ്. ദിസ് മോഡൽ ഈസ് ഓൾസോ നോൺ ആസ് 6 സിഗ്മ മെത്തഡോളജീസ്. അങ്ങനെയാണ് ഒരു തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത് കേട്ടോ. 6 സിഗ്മ മെത്തഡോളജീസ്, അതിൻ്റെ വേറൊരു പേരാണ് 6 സിഗ്മ മെത്തഡോളജീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മോഡൽ പഠിക്കുമ്പോൾ അതിൽ 2 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ആദ്യം പേര് തന്നെ പഠിക്കുക, അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പേരുകളാണ്. ആ മോഡലിൻ്റെ പേര് പഠിക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ പഠിക്കുന്ന 2 കാര്യം എന്ന് പറയുന്നത് അവർ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയയും അവർ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസും. അതായത് ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിരുന്നു, ഈ മോഡൽ പ്രൊവൈഡ്സ് എ ഗൈഡ് ലൈൻസ്, അതായത് ഏത് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഇത് അവാർഡിന് അല്ലെങ്കിൽ ഈ ഒരു മോഡൽ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതും ഈ അവാർഡ് കിട്ടാനായിട്ട് നമ്മൾ ഏതൊക്കെ ക്രൈറ്റീരിയകൾ ഫുൾഫിൽ ചെയ്യണമെന്നുള്ളതും ഈ 2 കാര്യങ്ങളാണ് ഓരോ മോഡലും പഠിച്ചു വെക്കേണ്ടത്. ഏതൊക്കെയാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്? ക്രൈറ്റീരിയ. ഞാൻ നേരത്തെ പറഞ്ഞോണം ഓരോന്നിനും ഓരോ ക്രൈറ്റീരിയകൾ പറയും. ആ ക്രൈറ്റീരിയ ഫുള്ളും നമ്മൾ ഫുൾഫിൽ ചെയ്താലേ നമുക്ക് അത് ആ അവാർഡ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്യുന്നത്, ഈ 2 കാര്യങ്ങളാണ് ഓരോ മോഡലിലും പഠിക്കേണ്ടത്. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 7 ക്രൈറ്റീരിയ. അപ്പോൾ ഒന്നാമത്തെ മോഡലായ മാൽക്കോം ബാൽഡ്രിച്ച് ക്രൈറ്റീരിയ കൺസിസ്റ്റ് ഓഫ് 7 ക്രൈറ്റീരിയ. ഫസ്റ്റ് വൺ ഈസ് ലീഡർഷിപ്പ്. അതിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റീനെ കുറിച്ചിട്ടാണ് ഒന്ന്. പേര് മാത്രം പഠിച്ചാൽ മതി, ഉള്ളിട്ടൊന്നും നിങ്ങൾ എഴുതുന്നു പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ പോയിൻ്റായിട്ട് എഴുതിയാൽ മതി. ലീഡർഷിപ്പ്. നെക്സ്റ്റ് ഈസ് സ്ട്രാറ്റജിക് പ്ലാനിങ്. ആ കമ്പനിയുടെ സ്ട്രാറ്റജിക് പ്ലാനിങ് എങ്ങനെയാണ്? കസ്റ്റമർ ആൻഡ് മാർക്കറ്റ് ഫോക്കസ്. അവർ കസ്റ്റമറേയും മാർക്കറ്റിനും എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, എന്തൊക്കെ മെഷേഴ്സാണ് യൂസ് ചെയ്യുന്നത്. മെഷർമെൻറ്റ് അനാലിസിസ് ആൻഡ് നോളജ് മാനേജ്മെൻറ്റ്. വർക്ക് ഫോഴ്സ് ഫോക്കസ് മീൻസ് എംപ്ലോയീസ് ഫോക്കസ്. അതിന് മുമ്പിലത്തെ മെഷർമെൻറ്റ് അനാലിസിസ് ആൻഡ് നോളജ് മാനേജ്മെൻറ്റ് അവർ ഇവാലുവേഷൻ
ഇവാലുവേഷന് വേണ്ടി, അനാലിസിസിന് വേണ്ടി, നോളജ് മാനേജ്മെൻറ്റിന് വേണ്ടി എന്തെല്ലാം മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യണമെന്ന് അവർ ഇവാലുവേഷൻ നടത്തും. ദെൻ വർക്ക് ഫോഴ്സ് ഫോക്കസ്, അതായത് അവർ എംപ്ലോയീസിന് വേണ്ടിയിട്ട് എത്രമാത്രം കെയറിങ് കൊടുക്കുന്നുണ്ട്. വർക്ക് ഫോഴ്സ് ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസ്. ദെൻ പ്രോസസ് മാനേജ്മെൻറ്റ്, അവരുടെ കമ്പനിയിലത്തെ പ്രോസസ് മാനേജ്മെൻറ്റ്, വാട്ട് ആർ ദ വേസ് ദേ ആർ അഡോപ്റ്റഡ്, അതൊക്കെ നമ്മൾ നോക്കും. ദെൻ ബിസിനസ് റിസൾട്ട്, അവരുടെ റിസൾട്ടും, അതായത് പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ അതൊക്കെ അവർ നോക്കും. അപ്പോൾ ഈ 7 ക്രൈറ്റീരിയയുടെ ബേസിലാണ് ഈ അവാർഡ് നമുക്ക് ഇവാലുവേഷൻ, ഒരു കമ്മിറ്റി ഇവാലുവേഷൻ നടത്തുന്നത് ഈ 7 ക്രൈറ്റീരിയയുടെ ബേസിലാണ് അവർ ഇവാലുവേഷൻ നടത്തുക. ഓക്കെ, അപ്പോൾ ആ 7 ക്രൈറ്റീരിയയുടെ പേര് ഹെഡ്സ് മാത്രം പഠിച്ചു വയ്ക്കാം. ഇനി ഈ ക്രൈറ്റീരിയസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ആണ് ഞാൻ പറയുന്നത്. ദ കോർ പ്രിൻസിപ്പിൾസ് ഫോർ പെർഫോമൻസ് എക്സലൻസ് ആർ വിഷണറി ലീഡർഷിപ്പ്. നമ്മൾ നാളെ പഠിച്ചിട്ടുണ്ട് വിഷനും മിഷനൊക്കെ. അതുപോലെ വിഷണറി ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും ലോങ് ടേം പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ലീഡർഷിപ്പ് നമ്മൾ കൊടുത്തിരിക്കണം. കസ്റ്റമർ ഡ്രിവൺ എക്സലൻസ്, നമ്മളെപ്പോഴും നമ്മുടെ ഫോക്കസ് ആരായിരിക്കണം? കസ്റ്റമർ ആയിരിക്കണം. അവർക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അണ്ടർടേക്കൺ ചെയ്യണം. ഓർഗനൈസേഷണൽ ആൻഡ് പേഴ്സണൽ ലേണിംഗ്, അതായത് ട്രെയിനിങ്, അതായത് ലേണിംഗ് പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ ആക്ഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. ദെൻ വാല്യൂയിങ് എംപ്ലോയീസ് ആൻഡ് പാർട്ട്നേഴ്സ്, നമ്മൾ നമ്മുടെ എംപ്ലോയീസിന് വാല്യൂ ചെയ്യണം, അതുപോലെ പാർട്ട്നേഴ്സിന് വാല്യൂ ചെയ്യണം. അജിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് മൂവബിലിറ്റി, അതായത് നമുക്ക് നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും എബിലിറ്റി ടു മൂവ് ഈസിലി, അതാണ് അതിൻ്റെ വേർഡ് മീനിങ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഓരോന്നിനും ചേഞ്ചസ് ഉണ്ടായിരിക്കണം. അതായത് മൂവബിലിറ്റി മീൻസ് അതായത് ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് പാടില്ല. മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന ചില ചേഞ്ചസ് ഉണ്ടാവണം. ദെൻ ഫോക്കസ് ഓൺ ദി ഫ്യൂച്ചർ, നമ്മൾ ആദ്യത്തെ പ്രിൻസിപ്പിൾ പറഞ്ഞ വിഷണറി ലീഡർഷിപ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും ഫ്യൂച്ചറിലേക്ക് ലോങ് ടൈം ഫോക്കസ് ഉണ്ടായിരിക്കണം. മാനേജിങ് ഫോർ ഇന്നോവേഷൻ, നമ്മൾ എപ്പോഴും ഇന്നോവേഷൻസ് അണ്ടർടേക്കൺ ചെയ്യണം. മാനേജ്മെൻറ്റ് ബൈ ഫാക്ട് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും മാനേജ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, എല്ലാം ഓൾ ഇൻ ഓൾ എല്ലാം കൺട്രോൾ ചെയ്യുക. അത് ഫാക്ട് ഫിഗേഴ്സും വെച്ചിട്ടായിരിക്കണം, വെറുതെ എസ്റ്റിമേറ്റ്സിൻ്റെ ബേസിലാവരുത്, ഫാക്ട്സിൻ്റെ ബേസിലായിരിക്കണം. ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, നമുക്കറിയാം CSR ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പാർട്ട് ഓഫ് എ സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയോട് കുറച്ച് കമ്മിറ്റ്മെൻറ്റ് വേണം. ഫോക്കസ് ഓൺ റിസൾട്ട് ആൻഡ് ക്രിയേറ്റിംഗ് വാല്യൂ, എപ്പോഴും നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റിസൾട്ട് ആയിരിക്കണം. പോസിറ്റീവ് റിസൾട്ട് നമ്മൾ എപ്പോഴും ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യണം. സിസ്റ്റം പെർസ്പെക്റ്റീവ്, ഒരു സിസ്റ്റം പോലെ ഒരു ഇന്റർ റിലേറ്റഡ് ഓർഗനൈസേഷൻ, അതായത് ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി വർക്കിംഗ് ടുഗദർ ടുവേഴ്സ് എ കോമൺ ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെയായിരിക്കണം നമ്മൾ ഇതിൽ വർക്ക് ചെയ്യേണ്ടത്. എല്ലാവരും നമ്മുടെ ഓർഗനൈസേഷനിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫസ്റ്റ് മോഡലായ മാൽക്കോൺ ബാൾട്രിഡ്ജ് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് പഠിച്ചു വയ്ക്കുന്നത്. 7 ക്രൈറ്റീരിയ ഉണ്ട്. അതുപോലെ ഈ പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്താൽ നമുക്ക് ഈ അവാർഡ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ AISQ ആൻഡ് മാനേജ്ഡ് ബൈ NIST. അത്രയ്ക്ക് ഡീറ്റെയിൽസ് ഇതിൽ ഓരോ ഈ മോഡലിൽ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, സെക്കൻഡ് മോഡൽ ഈസ് EFQM എക്സലൻസ് മോഡൽ. രണ്ടാമത്തെ മോഡലിൻ്റെ പേരാണ് EFQM എക്സലൻസ് മോഡൽ. ദിസ് മോഡൽ ഈസ് യൂസ്ഡ് ആസ് എ ബേസിസ് ഫോർ നാഷണൽ ബിസിനസ് എക്സലൻസ് ആൻഡ് ക്വാളിറ്റി അവാർഡ്സ് അക്രോസ് യൂറോപ്പ്. യൂറോപ്പിൽ യൂസ് ചെയ്യുന്ന നാഷണൽ ബിസിനസ് എക്സലൻസിനും ക്വാളിറ്റി അവാർഡ്സിനും വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു മോഡലാണ് EFQM എക്സലൻസ് മോഡൽ എന്ന് പറയുന്നത്. ഇതിലും നേരത്തെ പോലെ ഞാൻ പറഞ്ഞ പോലെ ക്രൈറ്റീരിയയും പ്രിൻസിപ്പിൾസും പഠിച്ചാൽ മതി. ഇതിൽ നേരത്തെ 7 ഉള്ള പോലെ ഇതിൽ 9 ക്രൈറ്റീരിയാസ് ആണുള്ളത്. അതിൽ ആദ്യത്തെ 5 5 ഓഫ് ദീസ് ആർ എനേബിളേഴ്സ് വിച്ച് കവർ വാട്ട് ആൻ ഓർഗനൈസേഷൻ ഡസ് ആൻഡ് ഹൗ ഇറ്റ് ഡസ് ഇറ്റ്. അതായത് ഒരു ഓർഗനൈസേഷന് ഈ ഒരു മോഡൽ അല്ലെങ്കിൽ ഈ ഒരു അവാർഡ് അച്ചീവ് ചെയ്യാനായിട്ട് എന്തെല്ലാം ചെയ്യണം എന്നാണ് ആദ്യത്തെ 5 ക്രൈറ്റീരിയ പറയുന്നത്. ദെൻ ദ റിമൈനിങ് ആർ ദ റിസൾട്ട് വിച്ച് കവേഴ്സ് വാട്ട് ആൻ ഓർഗനൈസേഷൻ അച്ചീവ്സ്. ബാക്കി 4 ഒരു ഓർഗനൈസേഷന് എന്തൊക്കെ അച്ചീവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റി, എന്തൊക്കെ അവർക്ക് നേടാൻ പറ്റി, എന്തായിരുന്നു അവരുടെ റിസൾട്ട്, അതിന് പറയുന്നതാണ് പിന്നത്തെ ബാക്കിയുള്ള 4 പറയുന്നത്. അപ്പോൾ മൊത്തം 9 ക്രൈറ്റീരിയ ആണുള്ളത്. അതിൽ ആദ്യത്തെ 5 ക്രൈറ്റീരിയ പറയുന്നത് ഒരു ഓർഗനൈസേഷൻ എന്തെല്ലാം ചെയ്യണം, അവർ ഫ്യൂച്ചറിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് അവർ എന്തെല്ലാം ചെയ്യണം എന്നാണ് ആദ്യത്തെ 5 ക്രൈറ്റീരിയ പറയുന്നത്. ബാക്കിയുള്ള 4 ക്രൈറ്റീരിയ പറയുന്നത് അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഫോക്കസ് ചെയ്തിട്ട് അച്ചീവ്മെൻറ്റ്സ് എക്സിബിറ്റ് ചെയ്യാനുള്ളതാണ് ബാക്കിയുള്ള 4. ഓക്കെ, ഞാൻ ക്രൈറ്റീരിയ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ലീഡർഷിപ്പ്, ദെൻ പോളിസി ആൻഡ് സ്ട്രാറ്റജി, വാട്ട് ആർ ദ പോളിസീസ് ആൻഡ് സ്ട്രാറ്റജി ദാറ്റ് ദേ ആർ ഫോളോയിങ്. ദെൻ പീപ്പിൾ, എങ്ങനെയാണ് ഒരു പീപ്പിൾ മാനേജ്മെൻറ്റ്. ദെൻ
പാർട്ട്ണർഷിപ്പ് ആൻഡ് റിസോഴ്സസ് ആൻഡ് പ്രോസസ്സസ്. ഈ 5 അവരിനി എന്തൊക്കെ ചെയ്യണം, ലീഡർഷിപ്പ് എങ്ങനെ നടത്തണം, പോളിസി എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യണം, പീപ്പിൾ മാനേജ്മെൻറ്റ് എങ്ങനെ നടത്തണം, പാർട്ട്ണർഷിപ്പ് റിസോഴ്സ് മാനേജ്മെൻറ്റും എങ്ങനെ നടത്തണം, പ്രോസസ്സസ് എങ്ങനെ അവർ ഫുൾഫിൽ ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഏത് ക്രൈറ്റീരിയ, ആദ്യത്തെ 5 ക്രൈറ്റീരിയകൾ. ദെൻ നെക്സ്റ്റ് ഈസ് കസ്റ്റമർ റിസൾട്ട്, പീപ്പിൾ റിസൾട്ട്, സൊസൈറ്റി റിസൾട്ട് ആൻഡ് കീ പെർഫോമൻസ് റിസൾട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് റിസൾട്ടാണ്. അതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കേണ്ടത് കസ്റ്റമറുടെ റിസൾട്ട് നോക്കുന്നുണ്ട്, പീപ്പിൾ റിസൾട്ട് മെയിനായിട്ട് അപ്പോൾ ഇൻറ്റേർണൽ പീപ്പിളാണ്, സൊസൈറ്റി ഔട്ട്സൈഡ്, ദെൻ കീ പെർഫോമൻസ് റിസൾട്ട്. ഈ 4 റിസൾട്ടിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഇതാണ് ആ 6, 7, 8, 9 ക്രൈറ്റീരിയകൾ. അപ്പോൾ ഇങ്ങനെ 9 ക്രൈറ്റീരിയകൾ വെച്ചിട്ടാണ് ഈ സെക്കൻഡ് മോഡൽ വർക്കൗട്ട് ചെയ്യുന്നത്. ഈ ക്രൈറ്റീരിയകൾ ഫുൾഫിൽ ചെയ്താലേ നമുക്ക് ഈ മോഡൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത എന്താ നമ്മൾ പഠിക്കേണ്ടത്, അതിൻ്റെ പ്രിൻസിപ്പിൾസ്. ഈ മോഡൽ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാം പ്രിൻസിപ്പിൾസാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത്. റിസൾട്ട് ഓറിയൻറ്റേഷൻ, കസ്റ്റമർ ഫോക്കസ്, ലീഡർഷിപ്പ് ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് പേർപ്പസ്, മാനേജ്മെൻറ്റ് ബൈ പ്രോസസ് ആൻഡ് ഫാക്ട്സ്, പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻവോൾവ്മെൻറ്റ്, കണ്ടിന്യൂസ് ലേണിംഗ്, ഇന്നോവേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്, പാർട്ട്ണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമ്മൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം, കസ്റ്റമർ ഫോക്കസ് ആയിരിക്കണം, ലീഡർഷിപ്പ് നമ്മൾ പ്രോപ്പറായിട്ട് നടത്തണം, ദ മാനേജ്മെൻറ്റ് ബൈ പ്രോസസ് ആൻഡ് ഫാക്ട്സ്, പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻവോൾവ്മെൻറ്റ്, ദെൻ ഇന്നോവേഷൻസും ഇമ്പ്രൂവ്മെൻറ്റ്സും നമ്മൾ കണ്ടിന്യൂസ് അപ്രോച്ച് ആയിട്ട് ഫോളോ ചെയ്യണം, ദെൻ പാർട്ട്ണർഷിപ്പ് ഡെവലപ്മെൻറ്റും CSR നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് രണ്ടാമത്തെ മോഡൽ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സെക്കൻഡ് മോഡൽ പറയുന്നത്. ദാറ്റ് ഈസ് സെക്കൻഡ് മോഡൽ എന്താണ്, EFQM എക്സലൻസ് മോഡൽ. ഓക്കെ, then the third one is Singapore Quality Award Model. മൂന്നാമത്തെ മോഡലാണ് സിംഗപ്പൂർ ക്വാളിറ്റി അവാർഡ് മോഡൽ എന്ന് പറയുന്നത്. ദിസ് മോഡൽ ഈസ് യൂസ്ഡ് ആസ് എ ബേസിസ് ഫോർ അസസിങ് സിംഗപ്പൂർസ് ഓർഗനൈസേഷൻസ് ടു ദ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി ആൻഡ് ബിസിനസ് എക്സലൻസ്. രണ്ടാമത്തത് എവിടെ എത്തുന്ന യൂറോപ്പിലത്തെ ആയിരുന്നു. ഇത് സിംഗപ്പൂർ ഫോളോ ചെയ്യുന്ന വേറൊരു മോഡലാണ്. അവരുടെ ബിസിനസ് എക്സലൻസിനും ക്വാളിറ്റിക്കും വേണ്ടിയിട്ട് അവർ അവാർഡ് ചെയ്യുന്ന ഒരു മോഡലാണ് സിംഗപ്പൂർ ക്വാളിറ്റി അവാർഡ് എന്ന് പറയുന്നത്. അതിൽ എത്ര ക്രൈറ്റീരിയ ഉണ്ട്? 7 ക്രൈറ്റീരിയാസ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ലീഡർഷിപ്പ്, പ്ലാനിങ്, ഇൻഫർമേഷൻ, പീപ്പിൾ, പ്രോസസ്, കസ്റ്റമർ ആൻഡ് റിസൾട്ട്. നമ്മളിത് പഠിച്ചാൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് തോന്നും. അപ്പോൾ ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ അവസാനം പറഞ്ഞു തരാം ഏതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്നുള്ളത്. 9 മോഡലുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും ഏതാണ് ഞാൻ അവസാനം പറഞ്ഞു തരാം. അപ്പോൾ തൽക്കാലം ഇത് നോട്ട് ചെയ്ത് വെക്കുക. ലീഡർഷിപ്പ് ഉണ്ടായില്ലേ, പ്ലാനിങ് ഉണ്ട്, ഇൻഫർമേഷൻ, പീപ്പിൾ, പ്രോസസ്, കസ്റ്റമേഴ്സ് ആൻഡ് റിസൾട്ട്. ഇങ്ങനെ 7 ക്രൈറ്റീരിയയുടെ ബേസിലാണ് ഈ സിംഗപ്പൂർ ക്വാളിറ്റി അവാർഡ് മോഡൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ്, അതായത് സിംഗപ്പൂർ ക്വാളിറ്റി അവാർഡ് മോഡൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. വിഷണറി ലീഡർഷിപ്പ്, കസ്റ്റമർ ഡ്രിവൺ ക്വാളിറ്റി, ഇന്നോവേഷൻ ഫോക്കസ്, valuing people and partners, agility, knowledge driven system, social responsibility, result orientation, system perspective. ഒക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വേറെ മറ്റ് മോഡലുകളിലും വന്നിട്ടുള്ള അത് കുറേ പ്രിൻസിപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഈ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മുടെ മൂന്നാമത്തെ മോഡലായ സിംഗപ്പൂർ ക്വാളിറ്റി അവാർഡ് മോഡൽ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുക. ഈ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഈ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മളത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി നാലാമത്തെ മോഡലാണ് കനേഡിയൻ ഫ്രെയിംവർക്ക് ഫോർ ബിസിനസ് എക്സലൻസ്, ഫോർത്ത് വൺ. This model is used by Canadian organization as a management model for organization experience. കനേഡിയൻസ് യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ്. ഇതിലും എത്ര ക്രൈറ്റീരിയ ഉള്ളത്? 7 ക്രൈറ്റീരിയ ആണുള്ളത്. ലീഡർഷിപ്പ്, പ്ലാനിങ്, കസ്റ്റമർ ഫോക്കസ്, പീപ്പിൾ ഫോക്കസ്, പ്രോസസ് മാനേജ്മെൻറ്റ്, സപ്ലയർ, പാർട്ട്ണർ ഫോക്കസ്, ബിസിനസ് പെർഫോമൻസ് ഒക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തുള്ളത് തന്നെയാണ്. അതിൽ ഒരെണ്ണം മാത്രമാണ് സപ്ലയർ പാർട്ട്ണർ ഫോക്കസ്. നമ്മൾ നമ്മുടെ സപ്ലയറേയും ഒരു പാർട്ട്ണറായിട്ട് കൺസിഡർ ചെയ്ത് നമ്മുടെ പാർട്ട് ഓഫ് ഒരു ബിസിനസ് ആയിട്ട് നമ്മളെയും ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഭാഗമായിട്ട് ആളെയും കൺസിഡർ ചെയ്യണം എന്നാണ് അതിൽ പറയുന്നത്. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ 7 ക്രൈറ്റീരിയയുടെ ബേസിലാണ് ഈ ഒരു മോഡൽ ഇവാലുവേഷൻ നടത്തുക. ഓക്കെ, ഇനി അത്
അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ലീഡർഷിപ്പ് ത്രൂ ഇൻവോൾവ്മെന്റ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് ലീഡർഷിപ്പ് ത്രൂ ഇൻവോൾവ്മെന്റ്. നെക്സ്റ്റ് വൺ ഈസ് പ്രൈമറി ഫോക്കസ് ഓൺ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓർ കസ്റ്റമേഴ്സ് ആൻഡ് ദി മാർക്കറ്റ് പ്ലേസ്. നമ്മൾ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നമ്മൾ പ്രൈമറി ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരിക. ദെൻ കോപ്പറേഷൻ ആൻഡ് ടീം വർക്ക്. ദെൻ പ്രിവെൻഷൻ ബേസ്ഡ് പ്രോസസ് മാനേജ്മെന്റ്. പ്രിവെൻഷൻ ബേസ്ഡ് പ്രോസസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസസ് മാനേജ്മെന്റ് തന്നെ ദാറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രിവെൻഷൻ. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും എല്ലാതും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഡാമേജസ് ആയാലും ആക്സിഡൻസ് ആയാലും എല്ലാം നമ്മൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനെ പ്രിവെൻഷൻ കോസ്റ്റ് പഠിച്ചില്ലേ? അതായത് നമ്മൾ ഉണ്ടാവുന്നേക്കാളും മുമ്പ് തന്നെ നമ്മൾ ടൈപ്സ് ഓഫ് കോസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. പ്രിവെൻഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് അത് ഉണ്ടാവുന്നേക്കാൾ മുമ്പ് തന്നെ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുത്തിട്ട് വേണം നമ്മൾ പ്രോസസ്സ് മാനേജ്മെൻറ്റ് നടത്താനായിട്ട്. factual approach to decision making, that is decision making should be based on fact. എസ്റ്റിമേറ്റ്സിൻ്റെ മുകളിലല്ല നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്, നമ്മൾ ഫാക്ട്സിൻ്റെ മുകളിലായിരിക്കും ഡിസിഷൻസ് എടുക്കേണ്ടത്. കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് പീപ്പിൾ ഇൻവോൾവ്മെൻറ്റ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അക്വയർ ചെയ്യണം. ഫോക്കസ് ഓൺ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ബ്രേക്ക് ത്രൂ തിങ്കിങ്. നമ്മളെപ്പോഴും ഒരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് അണ്ടർടേക്കൺ ചെയ്യണം. ദെൻ ഫുൾഫിൽ ഒബ്ലിഗേഷൻ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് സൊസൈറ്റി. നമ്മൾ CSR പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിയോടും അതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടുമുള്ള ഒബ്ലിഗേഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ ഇതിനാകെ രണ്ട് പോയിന്റ്സ് എക്സ്ട്രാ വരുന്നുണ്ട്, അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാം. അങ്ങനെയാണ് പഠിക്കണം, അല്ലാണ്ട് ഇത് മുഴുവൻ ബൈഹാർട്ട് പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒട്ടുമിക്കത് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ദെൻ ഓരോ മോഡലിലും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കുന്ന ഏതെങ്കിലും 1-2 പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. ബാക്കിയൊക്കെ എല്ലാത്തിലും കോമൺ ആയിട്ട് എഴുതാം, അങ്ങനെ അത് പഠിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ 4th വൺ, ദാറ്റ് ഈസ് കനേഡിയൻ ഫ്രെയിംവർക്ക് ഫോർ ബിസിനസ് എക്സലൻസ്. ഇനിയുമുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.